ഇത് വിദ്യാർത്ഥികളോട് ചെയ്യുന്ന വലിയൊരു അനീതിയാണ് ഇന്നത്തെ ഉദ്യോഗസ്ഥർ ഇവിടെ നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റുകളുടെ വിതരണം അതിപ്പോ 15-ാം തീയതിന്റെ മുന്നേറ്റ് വിതരണം ചെയ്യുന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ഈ പറയുന്ന റിലേ, ഫുട്ബോൾ, ക്രിക്കറ്റ് ഇതെല്ലാം മുഴുമിച്ച് എല്ലാത്തിന്റെയും സർട്ടിഫിക്കറ്റ് കിട്ടിയാലല്ലേ കുട്ടികളുടെ ഭാവിക്ക് അതൊരു ഉപകാരപ്പെടുള്ളൂ. ഇന്നലെ മഞ്ചേരിയിൽ വെച്ച് നടന്ന സബ് ജില്ലാ കായികമേളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. KSUയുടെ നേതൃത്വത്തിൽ ഇന്നലെ AEOയെ ഉപരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മളോടൊപ്പം KSU മണ്ഡലം ജില്ലാ ഭാരവാഹികൾ കൂടെയുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നിങ്ങൾ ഇന്നലെ സംഘടിപ്പിച്ചതാണ്. ഒരുപാട് മത്സരങ്ങൾ നടക്കാത്ത ഒരു സാഹചര്യം നിലനിന്നിരുന്നു. എങ്ങനെയാണ് ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ പ്രതികരണം? നമുക്കറിയാം, മഞ്ചേരിയിലെ സബ് ജില്ല കാലങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യത്തെ സബ് ജില്ലക്ക് മാത്രം ചില പ്രത്യേകതകൾ നമ്മൾ കണ്ടു. വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്ന് പല പ്രശ്നങ്ങളും, അധ്യാപകരുടെ ഇടയിൽ നിന്ന് പല പ്രശ്നങ്ങളും നമ്മളെ നേരിട്ട് വന്ന് അറിയിക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട നമ്മൾ ഈ വിഷയമായി പഠിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഫുട്ബോൾ ഫസ്റ്റ് റൗണ്ടേ നടന്നിട്ടുള്ളൂ, ക്രിക്കറ്റ് നടത്തിയിട്ടില്ല. നെഡ്സിൽ പോയിട്ട് ബോൾ എറിഞ്ഞിട്ട് അതിൽ നിന്നൊരു ടീമിനെ സെലക്ട് ചെയ്തിട്ടാണ് ജില്ലയിലേക്ക് അയച്ചിട്ടുള്ളത്. ഫുട്ബോളും ഫസ്റ്റ് റൗണ്ടിൽ നിന്നും ഒരു ടീമിനെ സെലക്ട് ചെയ്തിട്ടാണ് ജില്ലയിലേക്ക് അയച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സബ് ജില്ല അത്ലറ്റിക്സിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കൊടുത്തിട്ടില്ല. റിലേ ജൂനിയർ വിഭാഗത്തിൽ റിലേ നടത്തിയിട്ടില്ല. ഇത് വിദ്യാർത്ഥികളോട് ചെയ്യുന്ന വലിയൊരു അനീതിയാണ് ഇന്നത്തെ ഉദ്യോഗസ്ഥർ ഇവിടെ നടത്തിയിട്ടുള്ളത്. കാരണം നമുക്കറിയാം, ഈ സബ് ജില്ലയുടെ ഫുട്ബോളിന്റെയും ക്രിക്കറ്റിന്റെയും ഈ സർട്ടിഫിക്കറ്റുകൾ വെച്ചിട്ട് നമുക്ക് +1, +2 സീറ്റുകൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന വിദ്യാർത്ഥികളുടെ തുടർ പഠനത്തിന് എന്തുകൊണ്ടും ഉപകാരപ്പെടുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് ഈ സബ് ജില്ലാ സർട്ടിഫിക്കറ്റ്. ഞാനൊക്കെ അതിൽ നിന്നും ഒരു കായിക മേഖലയിലൂടെ വളർന്ന ഒരാളാണ്, ഫുട്ബോളിലൊക്കെ. അപ്പൊ നമുക്കറിയാം, ഈ കുട്ടികളുടെ ഭാവി എത്രമാത്രം സ്പോർട്സിൽ ഉണ്ട്, എത്രമാത്രം മെച്ചപ്പെടാൻ കഴിയുന്നില്ല. അപ്പൊ അതിനെതിരെ ഇതൊരു നാടകീയമായ ഒരു സബ് ജില്ല നടത്തിയിട്ട് ഇതിന്റെ ഉദ്യോഗസ്ഥർ പോകുന്ന ഒരു രീതിയാണ് നമുക്ക് കണ്ടത്. അതിനെതിരെ ശക്തമായിട്ട് KSU ഓഫീസിൽ പോയിട്ട് ഒരു ഉപരോധം നടത്തുകയും ചെയ്തു. ഇനി ഇതിന് 15-ാം തീയതിയുടെ ഉള്ളിൽ ഇപ്പോ അത്ലറ്റിക്സിൽ മുടങ്ങി കിടക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ഓഫീസർ 15-ാം തീയതിയുടെ ഉള്ളിൽ കൊടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം ഇവിടുത്തെ പ്രശ്നം തീരുന്നില്ല. ഈ ഫുട്ബോൾ, ക്രിക്കറ്റിന്റെ ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ് നിർബന്ധമായിട്ടും 120ഓളം വരുന്ന കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും കൊടുക്കണം. ഈ 120ഓളം കുട്ടികളുടെ തുടർ പഠനത്തിന്റെ ഭാവിയാണ് നഷ്ടപ്പെടുന്നത്. അതിനെതിരെ ശക്തമായിട്ട് KSU പ്രതിഷേധിക്കും. അതിന്റെ വിജയം കാണും വരെ ഉപരോധ സമരവുമായി KSU ഓഫീസിന്റെ മുന്നിൽ ഉണ്ടാവും. ഇതൊരു സൂചന സമരം മാത്രമാണ്. ഈ സൂചന കണ്ട് പഠിച്ചിട്ടില്ലെങ്കിൽ വൻ ശക്തമായിട്ട് ഇതിനെതിരെ പ്രതിഷേധിക്കുമെന്ന് KSU അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തായാലും നിങ്ങൾ ഇന്നലെ AEO ഉപരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് KSU സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്തായിരുന്നു ഉപരോധത്തിന്റെ ഭാഗമായിക്കൊണ്ട് AEOയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള മറുപടി? AEOയോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം സാമ്പത്തിക പ്രശ്നമാണ്. പക്ഷെ സാമ്പത്തികം നമുക്കറിയാം, ഓരോ സ്കൂളിൽ നിന്ന് കുട്ടികളുടെ അടുത്ത് 200 രൂപ വീതം വാങ്ങിയിട്ടാണ് ഈ പരിപാടികൾ നടത്തുന്നത്. പക്ഷെ അതും സമയബന്ധിതമായിട്ട് പരിപാടികൾ നടത്താത്തത് കൊണ്ടാണ് ഇത്രയും കാലതാമസം വന്നതും ബാക്കിയുള്ള മത്സരങ്ങളൊന്നും മുഴുമിക്കാൻ പറ്റാതിരുന്നിട്ടുള്ളതും. പിന്നെ അവർ ഒരുപാട് ന്യായങ്ങൾ വേറെയും കുറെ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചകളാണ്. സമയത്തിനനുസരിച്ചിട്ട് ഈ പരിപാടികളൊന്നും നടത്താത്തത് കൊണ്ടാണ് ഇത്രയും ഡിലേ ഇതിന് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഇനിയിപ്പോ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ബാക്കിയുള്ള മത്സരങ്ങൾ, ക്രിക്കറ്റും ഫുട്ബോൾ, ബാക്കിയുള്ള മത്സരങ്ങൾക്ക് എക്സാമിന്റെ ഒരു കാരണം അവർ പറയുന്നുണ്ട്. പക്ഷെ ഈ എക്സാം കഴിഞ്ഞിട്ട് നടത്തിയാലും മതി. അതിനു വേണ്ടിയുള്ള എല്ലാ സഹകരണവും KSUവിന്റെ ഭാഗത്തുനിന്ന് എന്ത് വേണമെന്നുണ്ടെങ്കിലും, ഗ്രൗണ്ട് ഒരുക്കേണ്ട കാര്യത്തിന് വേണമെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും KSU സഹായിക്കാൻ റെഡിയാണ്. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റുകളുടെ വിതരണം അതിപ്പോ 15-ാം തീയതിന്റെ മുന്നേറ്റ് വിതരണം ചെയ്യുന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ഈ പറയുന്ന റിലേ, ഫുട്ബോൾ, ക്രിക്കറ്റ് ഇതെല്ലാം മുഴുമിച്ച് എല്ലാത്തിന്റെയും സർട്ടിഫിക്കറ്റ് കിട്ടിയാലല്ലേ കുട്ടികളുടെ ഭാവിക്ക് അതൊരു ഉപകാരപ്പെടുള്ളൂ. അപ്പൊ അതെല്ലാം മുഴുവനായിട്ട് നടത്തണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അത് ഈ എക്സാം കഴിഞ്ഞിട്ടായാലും എല്ലാ മത്സരങ്ങളും, ബാക്കിയുള്ള എല്ലാ മത്സരങ്ങളും നടത്തുന്നത് നിർബന്ധമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ KSU ശക്തമായിട്ടുള്ള സമരമായിട്ട് ഇതിനൊരു തീരുമാനം ആവുന്നത് വരെ മുന്നോട്ട് പോകുന്നതായിരിക്കും. വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന ഇത്തരം പ്രവർത്തികൾക്കെതിരെ ശക്തമായ പ്രതിഷേധ സമരവുമായി മുന്നോട്ട് പോകാനാണ് KSU തീരുമാനിച്ചിട്ടുള്ളത്. ഇതൊരു സൂചനാ സമരം മാത്രമാണെന്നാണ് ഭാരവാഹികൾ നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. വലിയ പ്രതിഷേധത്തിന്റെ തുടക്കമെന്ന നിലയിലാണ് ഇന്നലെ നടത്തിയിട്ടുള്ള ഉപരോധം എന്നുകൂടി അവർ പറയുന്നു. ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന ഉറച്ച നിലപാടിലാണ് KSU ഭാരവാഹികൾ നിലവിലുള്ളത്. മഞ്ചേരിയിൽ നിന്നും ക്യാമറമാൻ ഷനു അരീക്കോടിനൊപ്പം അജ്നാസ് കുടരഞ്ഞി, ചാനൽ 10 മഞ്ചേരി. ജനുവരി 16 മുതൽ എല്ലാ ദിവസവും വൈകിട്ട് 4 മണി മുതൽ രാത്രി 10 മണി വരെ, ഫെബ്രുവരി 16 വരെ മാത്രം. മറൈൻ ആൻഡ് മിറാക്കിൾ റോബോട്ട് ഷോസ്, ബഡ്ജറ്റ് ഹൈപ്പർ മാർക്കറ്റിന് സമീപം, വാറൻകോട്, മലപ്പുറം.